നമ്മൾ പശ്ചിമേഷ്യയിലേക്ക് പോവുകയാണ്. സംഘർഷം തുടരുന്നതിനിടെ മരവിപ്പിച്ച ആസ്തികൾ ഭാഗികമായി വിട്ടു നൽകാതെ അന്തിമ ധാരണയിലെത്താനാകില്ലെന്ന് ഇറാൻ. അമേരിക്ക അടിക്കടി നിലപാട് മാറ്റുന്നതിനാലാണ് ഇറാൻ അമേരിക്ക സമാധാന കരാർ യാഥാർത്ഥ്യമാകാത്തത്. കരാറിലെത്താൻ നിലപാടുകളിൽ വിട്ടുവീഴ്ചകൾക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. കരാറിലെത്താൻ ധൃതിയില്ല എന്നും ധാരണയിൽ എത്തും വരെ ഇറാനെതിരെയുള്ള നാവിക ഉപരോധം ശക്തമായി തുടരുമെന്നുമാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. മധു കൊട്ടാരക്കര നൽകും വിവരങ്ങൾ അമേരിക്കയിൽ നിന്ന്. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിംഗ്. മധു, ഇതിപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണോ? ഇന്നലെ ട്രംപ് പറഞ്ഞത് ഈ പ്രശ്നങ്ങളൊക്കെ ഒരു സമവായത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത തെളിയുന്നു എന്നാണ്. പക്ഷേ അതേസമയം തന്നെ ഈ സമവായ ശ്രമങ്ങൾക്ക് ഏറ്റവും വലിയ തിരിച്ചടി അമേരിക്ക മുന്നോട്ട് വെച്ച ഉപാധിയാണ്. അത് അംഗീകരിക്കാൻ ഇപ്പോൾ ഇറാൻ തയ്യാറായിട്ടുമില്ല. നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് ഗോകുൽ, പ്രവിത. ഈ അമേരിക്കയുമായിട്ടുള്ള നയതന്ത്ര ചർച്ചകൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇപ്പോൾ കടുത്ത നിബന്ധനയുമായിട്ട് ഇറാൻ വന്നിരിക്കുകയാണ്. അതായത് ഖത്തറിൽ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന $12 ബില്യൺ, അതായത് ഏതാണ്ട് 12 ശതകോടി ഡോളർ ആണ് ഈ പറയുന്നത്. അത് അടിയന്തരമായി വിട്ടു നൽകണമെന്നാണ് ഇറാന്റെ ആവശ്യം. അമേരിക്കയുമായിട്ടുള്ള ഒരു ഇനിഷ്യൽ മെമ്മോറാണ്ടം ഒപ്പുവെക്കുന്നതിന് മുമ്പ് ഒരു പ്രീ കണ്ടീഷനായിട്ടാണ് ഈ തുക ഇപ്പോൾ ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യഘട്ട ചർച്ചകൾ തുടങ്ങണമെങ്കിൽ പോലും ഖത്തറിലെ ബാങ്കുകളിലുള്ള ഇറാന്റെ തുക ലഭ്യമാക്കണമെന്നുള്ള നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഈ $12 ബില്യൺ അത് കിട്ടുക എന്ന് പറയുമ്പോൾ അത് ഗ്യാരണ്ടീഡ് ആക്സസ് ലഭിച്ചാൽ മാത്രമേ, അതായത് ഇറാൻ അത് ഉപയോഗിക്കാൻ പറ്റണം, എന്നാൽ മാത്രമേ ഈ ചർച്ചകളുമായി സഹകരിക്കൂ എന്ന് ഇറാൻ ചർച്ചാ സംഘം അമേരിക്കൻ പ്രതിനിധികളോട് വ്യക്തമാക്കിയതായിട്ടുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഈ മരവിപ്പിക്കപ്പെട്ട ഫണ്ടുകൾ അത് വിട്ടു നൽകുന്നതുമായിട്ടുള്ള ഈ ബന്ധപ്പെട്ട് രണ്ട് രാജ്യങ്ങളും നേരത്തെ നിലനിന്നിരുന്ന തർക്കങ്ങൾ ഇതോടെ വീണ്ടും സജീവമാവുകയാണ്. ഇറാന്റെ ഈ പുതിയ നീക്കത്തോടെ അമേരിക്ക ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഈ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഇനിഷ്യൽ മെമ്മോറാണ്ടം അതിപ്പോഴും വലിയ തടസ്സങ്ങളുമായിട്ട് തുടരുകയാണ്. ധാരണാപത്രത്തിൽ 1-2 സുപ്രധാന വ്യവസ്ഥകളെ ചൊല്ലി ഇറാനും അമേരിക്കയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്നാണ് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു ന്യൂസ് ആണ് തസ്നീം ന്യൂസ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഈ കരാർ ഉടൻ ഒപ്പുവെച്ചേക്കുമെന്നും ഈ തസ്നീം ന്യൂസ് പറയുന്നുണ്ട്. അതുപോലെ ഹോർമൂസ് കടലെടുക്ക് തുറക്കുവാനും ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപേക്ഷിക്കുവാനും ഈ കരാറിൽ ഒരുപക്ഷെ ധാരണയായേക്കുമെന്നുള്ള സൂചനയും നൽകുന്നുണ്ട്. ഇറാനുമായി അമേരിക്കയുമായുള്ള ഇവരുടെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അതേസമയം ഇപ്പോൾ കൂടുതൽ പ്രൊഫഷണലും അതുപോലെ റിസൾട്ട് ഓറിയന്റഡുമായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. എന്നാൽ കരാറിൽ നേരത്തെ പ്രവിധ സൂചിപ്പിച്ചതുപോലെ ഒപ്പുവെക്കുവാൻ തിടുക്കം കാണിക്കരുതെന്ന് പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ട്രംപ് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഗോകുൽ, പ്രവിധ. ശരി, മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് എണ്ണവില രണ്ടാഴ്ചത്തെ ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക്, അല്ലെങ്കിൽ താഴ്ന്ന നിലയിലേക്ക് പോയിട്ടുണ്ട്. മെയ് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇപ്പോൾ എണ്ണവില ഉള്ളത്. ക്രൂഡ് ഓയിൽ വില ഉള്ളത്. ക്രൂഡ് ഓയിൽ ബാരലിന് $98.83 എത്തിയിരിക്കുന്നു. ഈ സമാധാന കരാർ ഉടനുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഈ എണ്ണവിപണിയിലും അല്ലെങ്കിൽ എണ്ണവിലയും കുറയാനൊക്കെയുള്ള സാഹചര്യം. ഏതായാലും അതിന്റെ പ്രതിഫലനം നമ്മുടെ പെട്രോൾ ഡീസൽ വിലയിൽ ഉണ്ടാവട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.